മധുര എന്ന രാജ്യത്ത് ഹംസൻ എന്നു പേരുള്ള ഒരു ദുഷ്ടനായ രാജാവ് ഭരിച്ചിരുന്നു. ഹംസന്റെ പ്രിയപ്പെട്ട സഹോദരിയായിരുന്നു ദേവകി. ദേവകിയുടെ ഭർത്താവ് വസുദേവർ ആയിരുന്നു. ദേവകിയുടെ വിവാഹം കഴിഞ്ഞ് പോകുമ്പോൾ ആകാശത്തുനിന്ന് ഒരു ശബ്ദം കേട്ടു. "ദുഷ്ടനായ കംസ, നിന്റെ സഹോദരിയായ ദേവകിയുടെ 8ാമത്തെ മകൻ നിന്നെ കൊല്ലും. " ഇത് കേട്ട് ഹംസൻ പേടിച്ചുപോയി. അയാൾ ഉടൻ തന്നെ ദേവകിയെയും വസുദേവരെയും വലിയ ഒരു ജയിലിൽ അടച്ചു. ദേവകിക്ക് ഓരോ കുട്ടികൾ ജനിക്കുമ്പോഴും ആ കുഞ്ഞുങ്ങളെ ഹംസൻ കൊന്നുകളഞ്ഞു. അങ്ങനെ 7 കുട്ടികൾ ജനിച്ചു. അവരെയെല്ലാം ഹംസൻ കൊന്നു. 8ാമത്തെ കുഞ്ഞ് ജനിക്കാനുള്ള സമയമായി. അന്ന് അഷ്ടമി രോഹിണി എന്ന പുണ്യ ദിവസമായിരുന്നു. ആ ദിവസം വലിയ മഴയും കൊടുങ്കാറ്റുമായിരുന്നു. ലോകം മുഴുവൻ ഉറങ്ങിക്കിടന്ന ആ പാതിരാത്രിയിൽ ജയിലിൽ വെളിച്ചം നിറഞ്ഞു. മഹാവിഷ്ണു ഒരു മനോഹരമായ കുട്ടിയുടെ രൂപത്തിൽ ദേവകിയുടെ 8ാമത്തെ പുത്രനായി പിറന്നു. ശ്രീകൃഷ്ണൻ ജനിക്കുമ്പോൾ മറ്റു കുട്ടികളെപ്പോലെ കരഞ്ഞില്ല. പകരം മെല്ലെ ചിരിക്കുകയാണ് ചെയ്തത്. ഗോകുലത്തിലേക്കുള്ള യാത്ര. ജയിലിൽ എല്ലാവരും ഉറങ്ങുകയായിരുന്നു. ഭഗവാന്റെ മായ കാരണം ജയിലിന്റെ വലിയ വാതിലുകൾ തനിയെ തുറന്നു. വസുദേവരുടെ കയ്യിലെ ചങ്ങലകളും അഴിഞ്ഞുപോയി. വസുദേവർ മഴയും കാറ്റും വകവയ്ക്കാതെ ശ്രീകൃഷ്ണനെ ഒരു കുട്ടയിൽ കിടത്തി തലയിൽ താങ്ങിപ്പിടിച്ച് പുറത്തു വന്നു. കുഞ്ഞിനെ രക്ഷിക്കാനായി അദ്ദേഹം യമുനാ നദിക്ക് കുറുകെ നടന്നു. യമുനയിൽ വെള്ളം നിറഞ്ഞു കവിഞ്ഞൊഴുകുകയായിരുന്നു. വെള്ളം പൊങ്ങി കുഞ്ഞിന്റെ അടുത്തെത്താറായപ്പോൾ സാക്ഷാൽ ആദിശേഷൻ അഥവാ പാമ്പുകളുടെ രാജാവ് ഒരു കുട പോലെ പത്തി വിടർത്തി കൃഷ്ണന് മഴ നനയാതെ തണൽ നൽകി. കൃഷ്ണന്റെ കാൽപാദങ്ങൾ യമുനാ നദി ഭക്തിയോടെ തൊട്ടു വന്ദിച്ചു. വസുദേവർ പുഴ കടന്ന് ഗോകുലം എന്ന ഗ്രാമത്തിലെത്തി. അവിടെ നന്ദഗോപർക്കും യശോദാ മാതാവിനും അപ്പോൾ ഒരു പെൺകുഞ്ഞു പിറന്നിരുന്നു. വസുദേവർ ആ പെൺകുഞ്ഞിനെ എടുത്ത് കൃഷ്ണനെ യശോദാ മാതാവിന്റെ അരികിൽ കിടത്തി. ശേഷം വസുദേവർ ആ പെൺകുട്ടിയുമായി തിരിച്ച് ജയിലിലേക്ക് വന്നു. പിറ്റേന്ന് രാവിലെ പുതിയ കുഞ്ഞ് ജനിച്ചതറിഞ്ഞ് ഹംസൻ ഓടിയെത്തി. 8ാമത്തെ കുഞ്ഞിനെയും കൊല്ലാനായി ഹംസൻ ആ പെൺകുട്ടിയെ എടുത്തെറിഞ്ഞു. അപ്പോൾ ആ കുഞ്ഞ് ഒരു ദേവിയുടെ രൂപത്തിൽ ആകാശത്തേക്ക് ഉയർന്നു പോയിട്ട് പറഞ്ഞു: "ഹംസ, നിന്നെ കൊല്ലാനുള്ള ആൾ ഗോകുലത്തിൽ സുരക്ഷിതനായി വളരുന്നു. " അങ്ങനെ ശ്രീകൃഷ്ണൻ ഗോകുലത്തിൽ യശോദാ മാതാവിന്റെയും നന്ദഗോപരുടെയും സ്നേഹവും ലാളനയും ഏറ്റുവാങ്ങി ഓമനയായി വളർന്നു വന്നു. പിന്നീട് വലുതായപ്പോൾ ദുഷ്ടനായ ഹംസനെ വധിച്ച് ലോകത്തെ രക്ഷിക്കുകയും ചെയ്തു. ഇതാണ് കൃഷ്ണന്റെ ജനനത്തിന്റെ മനോഹരമായ കഥ.